തമിഴ്നാട്ടിൽ ഇനി ദളപതി ഭരണം. പിന്തുണയുടെ കാര്യത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഉണ്ടായെങ്കിലും ഒടുവിൽ VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടെയാണ് വിജയ് തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയാകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും സൂപ്പർ ക്ലൈമാക്സും കടന്നാണ് വിജയ് തമിഴ്നാട് ഭരിക്കാൻ ഒരുങ്ങുന്നത്. 2 ദ്രാവിഡ മുന്നണികൾക്കെതിരെ മത്സരിച്ച 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ഭരണത്തിലെത്താൻ അത് മതിയാകാതെ വന്നു. 116 സീറ്റുകളിലെത്തിയെങ്കിലും 2 സീറ്റുകൾക്കായി വീണ്ടും കാത്തിരിപ്പ്. ഒടുവിൽ VCKയും മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചു. ആകെ സീറ്റുകൾ 120. യഥാർത്ഥ ജനനായകൻ വിജയ് ഇനി സെന്റ് ജോർജ് കോട്ടയിലേക്ക്. വിജയ് മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. പരിചയക്കുറവിന്റെ പ്രശ്നങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും സി ജോസഫ് വിജയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ. വന്നിருக்காரு, பரவாயில்ல, இனிமேல் நல்லா செய்வார் தான் நினைக்கிறோம். நல்லதே நடக்கும், நல்லா செய்வார். கட்டாயம் வரணும் சார். ஏன்னா மக்களால் தேர்ந்தெடுக்கப்பட்டவர் அவர். 1.5 கோடி மக்கள் அவரை தேர்ந்தெடுத்திருக்காங்க. கட்டாயம் அவர் ஆட்சி அமைக்கணும். எல்லா கூட்டணி கட்சியிலும் அவர் சப்போர்ட் பண்ணணும்னு நினைக்கிறோம். பண்ணுவாங்க. கட்டாயம் அவர் ஆட்சி அமைக்கணும். புது ஆட்சி நாங்கள் எதிர்பார்க்குறோம். 2 മണിക്കൂർ നേരം ഗവർണറും വിജയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു. 13-നകം TVK സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. ദിവസങ്ങൾ നീണ്ട ആശങ്കയും അനിശ്ചിതത്വവും, ട്വിസ്റ്റുകളും ക്ലൈമാക്സുകളും വേറെയും. ഏറ്റവും ഒടുവിൽ തമിഴ്നാടിൻ്റെ യഥാർത്ഥ ജനനായകനായി സി ജോസഫ് വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചെന്നൈയിലെ ലോക് ഭവന് മുമ്പിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.